നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. പുതിയൊരു എപ്പിസോഡുമായി ഇതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. കൂട്ടുകാരെ വീണ്ടും കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. വെൽക്കം എവരിബഡി. നല്ല മനസ്സുകൾ ഉണ്ടാകുന്നത് നല്ല കാഴ്ചകൾ ലഭിക്കുമ്പോഴാണ്. നല്ല കാഴ്ചകളോ നല്ല നല്ല ആശയങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തുമ്പോഴാണ്. മണ്ണിനെ മനോഹരമാക്കണമെന്ന ആശയം നല്ല പൂന്തോട്ടം ഉണ്ടാക്കുന്നു. പേരിനെ മനോഹരമാക്കണമെന്ന ആശയം നല്ല പ്രവൃത്തികൾ സൃഷ്ടിക്കുന്നു. നല്ല ആശയങ്ങൾ നല്ല കഥകളിലൂടെ നമുക്ക് ലഭിക്കും. നല്ല കഥകൾ നല്ല കാഴ്ചകൾ നമുക്ക് നൽകും. ഇതാ നോക്കൂ, കാട്ടിലെ കൂട്ടുകാർ. ഇനി കുറച്ചു നേരം ഇരിക്കാം. എന്താ ഗംഭീർ, നീ മടുത്തോ? ഏയ്, ബട്ട് വിശക്കുന്നുണ്ടോന്ന് ഡൗട്ട്. രാവിലെ തുടങ്ങിയ കളിയല്ലേ? ഓ, അപ്പൊ വിശന്നിട്ടാണല്ലേ? അതെ അതെ, അവന് മാത്രല്ല എനിക്കും വിശക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. അതിന് നിന്റെ കയ്യിൽ കാശില്ല. പിന്നെ ഞാനാരാ മോൻ, ലൈറ്റ് ഫുഡ് വാങ്ങാനുള്ളതൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന്. എങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ കളിക്കാം. വിശപ്പ് മാറിയ പിന്നെ ഞാനും റെഡി. ഓക്കെ, എങ്കിൽ ഞാൻ പോയിട്ട് വരാം കേട്ടോ. അതുവഴി പോയേക്കല്ലേ. ആക്കേതാണോ വേന്ദ്ര? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. തമാശ. ഓ വേണ്ടായിരുന്നു, വീട്ടിൽ പോയി നല്ല പോലെ ഫുഡ് അടിച്ച് വരാമായിരുന്നു. അയ്യോ, വീട്ടിൽ പോയാ പിന്നെ എന്നെ കളിക്കാൻ വിടില്ലെന്നേ. ഭക്ഷണം കഴിക്കാതെ കളികളിൽ മാത്രം ശ്രദ്ധിച്ചു നടന്ന് ശരീരവും പ്രശ്നത്തിലാവും. അതിനല്ലേ മോട്ടു പപ്പീസ് പോയിട്ടുള്ളത്. പപ്പീസ് നമുക്ക് വേണ്ട ടച്ചിങ്സ് ആൻഡ് ഫുഡിങ്സ് ആയിട്ട് ഇപ്പൊ വരും. അതുവരെ കാത്തിരിക്കാം. മോട്ടു നമ്മുടെ കപിലല്ലേ പോണത്. അതെ അതെ അതെ, എയർ പിടിച്ചാണല്ലോ നടത്തം. കപിൽ, കപിൽ, ഒരു മൈൻഡ് ഇല്ലല്ലോ. കപിലേ, ഇത് ഞങ്ങളാ. ഗംഭീരെ, നമ്മളെ മനസ്സിലായില്ലേ? മനസ്സിലാവഞ്ഞിട്ടുന്നല്ല അഹങ്കാരം, പിന്നല്ലാണ്ടെന്താ. നമുക്ക് എന്തായാലും അവന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഞാനില്ല, നിങ്ങള് ചെല്ലേ അഹങ്കാരി. നമുക്കൊന്ന് പോയി നോക്കാം. കപിലേ, കപിലേ, അവിടെ നിക്ക്. ഞങ്ങളെ മനസ്സിലായില്ലേ? മനസ്സിലായി, വിളിച്ച കാര്യം പറ. എന്താ? ഞങ്ങൾ വെറുതെ വിളിച്ചതാണ്. നേരെ കളയാനായിട്ട് എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ. എന്റെ പൊന്ന് കപിലേ, ഞങ്ങളൊരു ലോഹ്യം ഇത് കണ്ടോ നിങ്ങൾ? എന്താ ഞാനേ ബോഡി ബിൽഡപ്പ് ചെയ്യുന്ന തിരക്കിലാ. എന്താ എന്തായാലും കളിയാക്കൽ. ഞാനാ കളിയാക്കി? വേണ്ട കളിക്കല്ലേ. എന്റെ ശരീരം അത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. അതിന് നീ ഇങ്ങനെ ചൂടാവുന്നത്? ഒരു നല്ല കാര്യം പറഞ്ഞപ്പോ കളിയാക്കുന്നു. അങ്ങനെ വിടാനൊന്നും പറ്റില്ല. ഞാൻ വരും, എന്റെ ബോഡി ബിൽഡപ്പ് ചെയ്ത് പവർഫുൾ ആയി. അപ്പൊ കാണാം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇനിയിപ്പോ ഈ കാട്ടില് ജീവിക്കാൻ കഴിയുന്ന തോന്നുന്നില്ല. അതെന്താ? ആ കപിലിന്റെ അഹങ്കാരം കാരണേ. അത് അധികകാലം ഉണ്ടാവില്ലെന്നേ. എല്ലാം മൂടും പോയി. നമുക്ക് പോയാലോ? അയ്യോ, അപ്പൊ പപ്പീസ് വരുമ്പോഴോ? നമുക്ക് വഴിയിൽ വെച്ച് കാണാന്നേ. എന്നാ വാ, കളിച്ചില്ലേലും ഫുഡിങ്. അതെ അതെ, എങ്കി വാ.
നിങ്ങൾ എങ്ങോട്ടാ? ഓ മടുത്തു പപ്പീസേ, വീട്ടിൽ പോവാ. വീട്ടിൽ പോകാനോ? ഞാൻ കഷ്ടപ്പെട്ട് ഫുഡിങ്സ് വാങ്ങിയിട്ട് നിങ്ങൾ വീട്ടിൽ പോവാ? സാരമില്ല ഗംഭീരെ, ഇപ്പൊ ഒരു മൂടും ഇല്ല. എന്താ പറ്റിയത്? ഞാനൊന്ന് സ്ഥലം വിട്ടപ്പോഴേക്കും എന്താ സംഭവിച്ചേ? ഒന്നും പറയണ്ട, ആകെ കോളമായി. ആ കപില് വന്ന് ആകെ പ്രശ്നമാക്കി. ഓഹോ, എന്ത് പ്രശ്നം? ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ കപില് വന്നു. അപ്പോ ഓഹോ, അപ്പോ അതാണ് കാര്യം. ഇതിന് തന്നെ ടെൻഷൻ അടിക്കുന്നത്. നിങ്ങൾ വാ, നമുക്ക് ഫുഡ് അടിക്കാമെന്ന്. ഓ എന്തായാലും മൂട് പോയി പപ്പീസേ. ഇനി നാളെ. യെസ്, നൗ നമ്മൾ പിരിയുന്നു. ഓ, എങ്കിൽ വാ, നമുക്ക് നാളെ കളി കഴിഞ്ഞ് കഴിക്കാം. ഇപ്പൊ വീട്ടിലേക്ക് പോകാം. വാ. വാ. ഇതെന്ത് കപിലിന്റെ അവിടെ ഒരു ബഹളം? അവൻ ബോഡി ബിൽഡിംഗ് നടത്തുക ഗംഭീരെ. ഓഹോ, ഇതാണപ്പോ ബോഡി ബിൽഡിംഗ്. കപിലൊരു സംഭവം തന്നെയാ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഏയ്, നമ്മൾ ചെന്നാൽ അവൻ അഹങ്കാരം കൂടും. അത് ശരിയാ. കറക്റ്റ്. നമുക്ക് നേരെ പോകുന്നത് നോക്കി നമുക്കപ്പൊ നെവർ മൈൻഡ് അടിച്ചു പോകാം. വരൂ. Come on. ഓ, അവന്മാരെ കാണിക്കാൻ വേണ്ടിയാ ഈ കസർത്തൊക്കെ എടുത്തത്. ടയേർഡായി പോയി എന്റെ അമ്മോ. ഈ റെസ്ലിംഗുകാരെയും വെയിറ്റ് ലിഫ്റ്റിംഗുകാരെയും ഒക്കെ സമ്മതിച്ചു കൊടുക്കണം. എന്തായാലും ഞാൻ ഭയങ്കര സംഭവമാണെന്ന് അവന്മാര് വിചാരിച്ചു കാണും. എന്റെ അമ്മോ, എന്തൊരു മേലുവേദന. നല്ല ചൂടുവെള്ളത്തിലൊരു കുളി പാസ്സാക്കിയേ പറ്റൂ. ഹോളിക്സ് തീർന്നു. ബിസ്ക്കറ്റ് ഉണ്ട്. എന്നാ പിന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ്. കപിലിന്റെ മസിൽ കാണുമ്പോ കൊതിയാവുക. ഇത് പ്രാക്ടീസിന്റെ ഗുണമാ. കപില് ദിവസവും പ്രാക്ടീസ് ചെയ്യോ? പിന്നെ പ്രാക്ടീസ് ചെയ്യുമോന്നോ? ദിവസവും 3 നേരമാ. എനിക്കും ബോഡി ബിൽഡപ്പ് ചെയ്യണമെന്നുണ്ട്. അതിനെന്താ, എന്റെ സ്റ്റുഡന്റ് ആയിക്കോ. ബാക്കി കാര്യം ഞാൻ ഏറ്റു പീലി. നേരാണോ കപിലെ? പിന്നില്ലേ, ഇനി ഞാൻ ഇവിടെ ഒരു വെലസു. അതെങ്ങനെ? ഈ കാട്ടിൽ ബോഡി ബിൽഡിംഗ് പഠിച്ച ആൾ ഞാൻ മാത്രമായിരിക്കും. അപ്പൊ ഫീസൊക്കെ കിട്ടൂലേ? പിന്നില്ലേ, ഓരോരുത്തരോട് ഞാൻ നല്ല ഫീസ് ഈടാക്കും. അങ്ങനെ ഞാൻ ഈ കാട്ടിലെ കോടീശ്വരനാകും. എന്നോട് ഫീസ് മേടിക്കോ? പിന്നില്ലാണ്ട്. പക്ഷെ പീലി ഒരു ഫസ്റ്റ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് കൺസെഷൻ ഉണ്ട്. പകുതി തന്നാ മതി. അത് മതി. താങ്ക് യു. മക്കളെ എന്നെ ഒന്ന് സഹായിക്കും മക്കളെ. എന്താ ചേട്ടാ, എന്താ പറ്റിയത്? മക്കളെ, എനിക്ക് ചന്തയിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണം. എനിക്ക് എടുക്കാൻ മേല. എന്നെ ഒന്ന് സഹായിക്കും മക്കളെ. ഇത്രയും വലിയ കെട്ട് ചേട്ടനല്ലാതെ എടുക്കോ? ഇതൊക്കെ ചെറുപ്പക്കാർക്ക് പോലും എടുക്കാൻ കഴിയില്ല. പിന്നല്ലേ ചേട്ടൻ? മക്കളെ, വർഷങ്ങൾക്ക് മുമ്പ് ഇതിലും വലിയ ഭാരം ഞാൻ എടുത്തിരുന്നതാ. ഇപ്പൊ വയസ്സായി. അതാ പറഞ്ഞത്, എടുക്കാൻ പറ്റാത്ത ഭാരം ചുമക്കാൻ ശ്രമിക്കരുത്. എന്ന് പറഞ്ഞല്ല അല്ല കപിലേ, നമുക്കേ ഇത് 2 ചാക്കിലാക്കി ചന്തയിൽ എത്തിച്ചു കൊടുക്കാം. മക്കളെ, ചന്തയിൽ എത്തിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് കാശ് തരാം. കാശല്ല പ്രശ്നം, ഒരു ചാക്ക് കൂടി ചേട്ടന്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. എന്താപ്പ ചെയ്യാ? എന്തിനാ വേറെ ചാക്ക്? ഇത് നമുക്ക് 2 ചാക്കിലാക്കാം. 2 ചാക്കിലോ? ഈ ബോഡി ബിൽഡർ ഇവിടെ ഉള്ളപ്പോഴോ? പിന്നല്ലാതെ എങ്ങനെയാ?
ഇത് ഞാൻ സ്വന്തം എടുക്കും. ഈ ഒറ്റ കൈ കൊണ്ട് ഈ ചാക്ക്. ഇത്രയ്ക്ക് വേണോ? എന്നെ കളിയാക്കരുത് പ്ലീസ്. പിടിക്കൂ. എന്റെ അമ്മോ. കൈ ഒടിഞ്ഞു. ശ്ശോ, എന്തൊരു ഭാരം. കപിലേ, ഞാൻ സഹായിക്കാം. ഇത് ഞാൻ പിടിച്ചു തരാന്നേ. ഇതോ ഈ ചെറിയ കെട്ടോ, ഇതെനിക്ക് പുല്ല പുല്ല്. കപിലേ, വേണ്ട കേട്ടോ. മോനെ സൂക്ഷിച്ച് പതുക്കെ പതുക്കെ ഒന്ന് പിടിക്കോ. പതുക്കെ മോനെ, ഒറ്റയ്ക്ക് വേണ്ട പറഞ്ഞില്ലേ. ഞാൻ സഹായിക്കാന്നേ. കപിലേ, സൂക്ഷിച്ച് മെല്ലെ. പതുക്കെ പതുക്കെ. അയ്യോ അമ്മേ, പാവം കപിലേ. അയ്യോ കപിലേ, എന്തേലും പറ്റിയോ? ശോ, ബോധം പോയെന്നാ തോന്നുന്നത്. കപിലേ, ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കപിലേ, എഴുന്നേക്ക്. അയ്യോ. എങ്കിലും ആ പപ്പീസും വേദനും ഭയങ്കര പറ്റീരെ പറ്റിച്ചത്. അവരെ കാത്തു നിന്നിട്ട് കാര്യമില്ല. കളിക്കാൻ വരികയാണെങ്കിൽ നേരത്തെ വരേണ്ടതല്ലേ? അത് ശരിയാ. എന്തായാലും നമുക്ക് അവരുടെ വീട്ടിൽ പോയാലോ? കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഹാ, പപ്പീസോ? എവിടെയായിരുന്നു ഇതുവരെ? കയ്യില് ഇന്നലത്തെ കവറും ഉണ്ടല്ലോ. എന്തായാലും ആ ഫുഡ് നമുക്ക് ഇപ്പൊ അടിക്കാം. അപ്പോഴേക്കും വേദനെത്തും. ദേ, ഇത് നമുക്ക് കഴിക്കാനല്ല ഗംഭീർ. പിന്നെ ആർക്കാ? കപിലിന് കൊടുക്കാനാ. കപിലിനോ? ആ അഹങ്കാരിക്കോ? അവന്റെ അഹങ്കാരമൊക്കെ പോയി. എന്താ പപ്പീസ് പറയണത്? അതെ, കപിലിന് ഇന്നലെ എന്തോ അപകടം പറ്റി ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവമേ, എന്നിട്ട് എന്താ പറ്റിയത്? അതറിയത്തില്ല. നമുക്കൊന്ന് പോയി കാണാം. അതിന് വീട്ടിലേക്ക് വിളിക്കാൻ വന്നതാ ഞാൻ. ഓ, അത് വേണ. വേണം ഗംഭീർ. എന്തായാലും കപില് നമ്മുടെ കൂട്ടുകാരനല്ലേ? എന്നാ സമയം കളയണ്ട, വേഗം വാ. എന്നാ വാ, വേന്ദ്രനെ വഴിക്ക് വെച്ച് കാണാം. എന്നാ ശരി, വേഗം വാ. കപിൽ, വേണ്ട കപിൽ, എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഭയങ്കര വേദനയാ. നടു അനക്കാൻ മേല. കഴുത്താണെങ്കിലോ ഭയങ്കര പെരുപ്പ്. കുറച്ച് ദിവസം വേണ്ടി വരും ശരിയാവാൻ. കരയാതിരിക്കെ. സാരമില്ലെന്ന്. സാരമില്ല കപിലേ. ആ, എന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായത്. എന്താ കപിൽ ഇത്? അതെ കൂട്ടുകാരെ, ഞാൻ എല്ലാം തികഞ്ഞ ശരീരമുള്ളവനാണെന്ന് അഹങ്കരിച്ചു. എനിക്ക് മറ്റുള്ളവരോട് മുഴുവൻ പുച്ഛമായിരുന്നു. കരയല്ലേ കപില, ഇതൊക്കെ വിട്. കൂട്ടുകാരെ, നിങ്ങളെ ഞാൻ പരിഹസിച്ചു. എന്നിട്ടും എന്നെ വന്ന് നോക്കാനും എന്നെ ആശ്വസിപ്പിക്കാനും നിങ്ങൾക്ക് മനസ്സ് വന്നല്ലോ. പോട്ടെ കപിൽ. കൂട്ടുകാരെ, എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഞാൻ ദൈവത്തെ മറന്ന് ജീവിച്ചു. എന്റെ ശക്തിയിൽ ഞാൻ അഹങ്കരിച്ചു. എന്റെ ശരീര ഭംഗിയിൽ ഞാൻ മതി മറന്നു. എന്റെ തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കില്ല. സാരമില്ല കപിൽ, നീ തെറ്റ് മനസ്സിലാക്കിയല്ലോ. അത് തിരുത്തി ജീവിക്കാൻ ശ്രമിക്കുക. ദൈവം തന്ന ആരോഗ്യം നന്നായി കാത്തു സൂക്ഷിക്കുന്നതും ഭംഗിയാക്കുന്നതും വളരെ നല്ലതാ. പക്ഷേ അതിൽ അഹങ്കരിക്കാതെ സമൂഹത്തിന് ഗുണപ്രദമാക്കാൻ കഴിയണം. അപ്പോ ആരോഗ്യം ദിവ്യമാകും. ഞങ്ങൾ എല്ലാവരും കപിലിന് സുഖമാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കൂട്ടോ. കാണുന്ന കഥകളിലെ സാരാംശം കുറിച്ചാൽ പുതിയ കഥയ്ക്കുള്ള ത്രെഡ് ആകും. നിറങ്ങളിലൂടെ ഒരു ബൈബിൾ കാഴ്ച കാണാം. ചിത്രശാല.
ചിത്രശാലയിലേക്ക് കൂട്ടുകാർക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിത്രശാലയിൽ ദേവാലയത്തിൽ ഉണ്ണീശോയെ കാഴ്ചവെക്കുന്ന യൗസപിതാവിൻ്റെ ചിത്രം വരച്ചുകൊണ്ട് നമുക്ക് പരിശീലിക്കാം. ഔസപിതാവിൻ്റെ കയ്യിൽ ഒരു കൊട്ടയിൽ 2 ചങ്ങാലികളുണ്ട്. ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാനിരതനായി നിൽക്കുന്ന യൗസപിതാവിനെയാണ് ഇന്ന് നമ്മൾ ചിത്രീകരിക്കുക. നമുക്ക് ചിത്രീകരിക്കുന്നത് എങ്ങനെയെന്നും നോക്കാം. ഡ്രൈ പസ്റ്റൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ചിത്രം വരയ്ക്കുക. ഡ്രൈ പസ്റ്റൽ വരച്ചു കഴിഞ്ഞാൽ അത് ഉരച്ച് തേച്ച് പിടിപ്പിക്കണം. എന്നാൽ മാത്രമേ പേപ്പറിൽ ശക്തമായിട്ട് അത് നിൽക്കുകയുള്ളൂ. ഡ്രൈ പസ്റ്റൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഫിക്സേറ്റർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് ഉറപ്പിക്കേണ്ട സാധനമാണ്. നമ്മൾ ഇന്ന് ചിത്രം വരയ്ക്കുമ്പോൾ ഫിക്സേറ്റർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടെ ചിത്രം ഭംഗിയായിട്ട് വരയ്ക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഔസപിതാവിൻ്റെ ഡ്രസ്സ് ബ്രൗൺ കളറിൽ നമുക്ക് വരയ്ക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈശോയുടെ ഉൾവസ്ത്രം ചുമപ്പും മേൽവസ്ത്രം പച്ച അല്ലെങ്കിൽ നീലയാണ് സാധാരണ കൊടുക്കാറുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാറുള്ളത്? അങ്ങനെ കൊടുക്കാറുള്ളതിന് കാരണമുണ്ട്. ദൈവമായ അവൻ മനുഷ്യനായി എന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് പഴയ കാലത്ത് ചിത്രകാരന്മാർ ദൈവത്തിൻ്റെ സിമ്പിളായ ചുമന്ന കളറ് ഉൾവസ്ത്രത്തിനും മനുഷ്യൻ്റെ ചിഹ്നമായ നീല കളറ് അല്ലെങ്കിൽ പച്ച കളറ് പുറം വസ്ത്രത്തിനും കൊടുത്തത്. എങ്ങനെയാ ഔസപിതാവിൻ്റെ കളറ് ബ്രൗൺ ആകുന്നു? സാധാരണ മനുഷ്യൻ്റെ കളറാ ബ്രൗൺ കളറ് മണ്ണിൻ്റെ കളറാ. അതുകൊണ്ട് തന്നെ മണ്ണിനെ പോലെ ഉള്ള ഒരു മനുഷ്യനെയാണ് ചിത്രകാരന്മാർ ഈ കളറിലൂടെ ചിത്രീകരിക്കുക. യഹൂദര ദേവാലയത്തിലൊക്കെ പോകുമ്പോൾ അവരുടെ ഔദ്യോഗിക വസ്ത്രം അണിഞ്ഞു വേണം പോകാൻ. അവരുടെ ഔദ്യോഗിക വസ്ത്രങ്ങളുടെ ഭാഗമാണ്
ഇതുപോലുള്ള ഒരു തൊപ്പി, ഒരു തുണിക്കെട്ടാണ് അത്. അല്പം പ്രായമൊക്കെ ആയ ഔസേപ്പിതാവാണെന്ന് നമുക്കറിയാം. നമ്മളൊക്കെ കണ്ടേക്കുന്ന അങ്ങനെയുള്ള ഔസേപ്പിതാവിനെയാണ്. അത് തന്നെയാണ് നമ്മൾ വരയ്ക്കുക. ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന ഔസേപ്പിതാവിൻ്റെ ചിത്രമാണ് നമ്മൾ വരയ്ക്കുക. ഔസേപ്പിതാവ് 2 ചങ്ങാലികളെയും കൊണ്ടാണ് വന്നിരിക്കുക. ആദ്യജാതനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ 2 ചങ്ങാലികളെയോ ഒരാട്ടിൻകുട്ടിയെയോ കാഴ്ചവെക്കണം എന്നുള്ള നിയമമനുസരിച്ച് അത് പൂർത്തിയാക്കാനായി ഔസേപ്പിതാവ് 2 ചങ്ങാലികളെയും കൊണ്ട് വന്നിരിക്കുക. നിയമം പൂർത്തിയാക്കപ്പെടാനുള്ളതാണ്. നമ്മളെല്ലാവരും പാലിക്കണം. അത് ദൈവപുത്രനായിരുന്നിട്ട് കൂടെ അത് പൂർത്തിയാക്കാൻ ഔസേപ്പിതാവും മാതാവും അതിന് തയ്യാറായി. നമ്മൾ പലപ്പോഴും നിയമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ പിമ്പോട്ട. അത് പൂർത്തിയാക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. ഔസേപ്പിതാവിൻ്റെ ചിത്രം ഏകദേശം നമ്മൾ പൂർത്തിയാക്കി. ഇതുപോലെ ചിത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, പലപ്പോഴും ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് അവസാനത്തെ വരയായിരിക്കണം. അപ്പോൾ അത് തെറ്റിപ്പോവും. തെറ്റിക്കഴിഞ്ഞാൽ ഈ ചിത്രം ആകെ തന്നെ മാറിപ്പോവും. പിന്നെ അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഡ്രൈ പെസ്റ്റലിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ആദ്യം വരയ്ക്കുന്നത് തന്നെ കൃത്യമായിരിക്കണം. ഇതുപോലെ ചിത്രങ്ങൾ എന്നും വരയ്ക്കാൻ, എല്ലാ ദിവസവും വരയ്ക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ചിത്രകാരനാകാൻ സാധിക്കും. നിങ്ങളും ഇതുപോലെ ചിത്രകാരനായി ബൈബിളിലെ വിവിധ രംഗങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് ബൈബിൾ പ്രഘോഷണമാകും. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന വേദിയായിട്ട് മാറും. നിങ്ങളെല്ലാവരെയും ഇതുപോലെ ചിത്രം വരയ്ക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ചിത്രശാലയിലേക്ക് കടന്നു വന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരു എപ്പിസോഡുമായി വരുന്നത് വരെ പരസ്പരം ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. നന്ദി.